നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും അശ്വത്ഥാമാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അശ്വത്ഥാമാവ് ഒരു ചിരഞ്ജീവിയാണെന്ന് നമുക്ക് പലർക്കും അറിയാം. ഹൈന്ദവ ആചാരങ്ങളും ഇതിഹാസങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം അനുസരിച്ച് നമുക്ക് 8 ചിരഞ്ജീവികളാണുള്ളത്. ഇതിൽ മറ്റെല്ലാവർക്കും വരദാനത്തിലൂടെയാണ് ചിരഞ്ജീവി പട്ടം ലഭിച്ചത് അഥവാ അമൃതം ലഭിച്ചതെങ്കിൽ അശ്വത്ഥാമാവിന് അത് ലഭിക്കുന്നത് ശാപത്തിലൂടെയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അദ്ദേഹത്തെ ശപിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ ശപിക്കുന്നത്? എങ്ങനെയാണ് അശ്വത്ഥാമാവ് ഒരു ചിരഞ്ജീവിയായിട്ട് മാറിയത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നും നമുക്ക് ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യാനായി സാധിക്കൂ. നമുക്കെല്ലാം അറിയാം, അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് ദ്രോണാചാര്യരുടെ പുത്രനാണ്. ദ്രോണാചാര്യരാണ് പാണ്ഡവർക്കും കൗരവർക്കും വിദ്യ അഭ്യസിക്കുന്നത്. അദ്ദേഹം അസ്ത്രവിദ്യയിലും മറ്റു കാര്യങ്ങളിലും എല്ലാം നിപുണനായിരുന്നു. ഒരുപാട് നാൾ അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരമശിവനെ ഭഗവാൻ പരമേശ്വരനെ തപസ് ചെയ്യുകയാണ്. അതികഠിനമായ ആ തപസ്സിൽ സംപ്രീതനായ ഭഗവാന്റെ അനുഗ്രഹത്തോടെയാണ് അശ്വത്ഥാമാവ് ജനിക്കുന്നത്. അശ്വത്ഥാമാവ് മറ്റു കുട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു. നമുക്കറിയാം, കുട്ടികൾ ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. എന്നാൽ അശ്വത്ഥാമാവ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് കരഞ്ഞിരുന്നില്ല. അപ്പോൾ ഒട്ടനവധി പ്രത്യേകതയുള്ള ഒരു കുട്ടിയായിരുന്നു അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഒരു ചൂടാമണി ഉണ്ടായിരുന്നു. ഈ ചൂടാമണി അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കിയിരുന്നു. മാത്രമല്ല, ഒരപകടമോ ആപത്തോ ഒന്നും വരാതെ അശ്വത്ഥാമാവിനെ രക്ഷിച്ചിരുന്നത് ഈ ചൂടാമണിയായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള, ഒരുപാട് ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് ഒന്നിനെക്കുറിച്ചും ആരെയും പേടിയില്ലാത്ത ഒരു പ്രകൃതമായിരുന്നു അശ്വത്ഥാമാവിൻ്റേത്. അപ്പോൾ ദ്രോണാചാര്യർ, നമ്മൾ അശ്വത്ഥാമാവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലമൊക്കെ വളരെ ദാരുണമായിരുന്നു. വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അശ്വത്ഥാമാവിൻ്റെ കുട്ടിക്കാലം. കഴിക്കാൻ ആഹാരമോ വസ്ത്രങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ലാത്ത അതികഠിനമായ ദാരിദ്ര്യത്തിലായിരുന്നു അശ്വത്ഥാമാവിൻ്റെ ബാല്യം എന്ന് പറയുന്നത്. ഹസ്തിനാപുരത്തിൻ്റെ രാജകുമാരന്മാരായ പാണ്ഡവരെയും കൗരവരെയും വിദ്യ അഭ്യസിച്ചു തുടങ്ങുന്നതിലൂടെയാണ് ദ്രോണാചാര്യരുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ടത്. അതിനുശേഷമാണ് അശ്വത്ഥാമാവിന് അവന് വേണ്ടതെല്ലാം കിട്ടിത്തുടങ്ങിയത്. പാണ്ഡവരുടെയും കൗരവരുടെയും കൂടെ അശ്വത്ഥാമാവും വിദ്യ അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യ അഭ്യസിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച ധനുർധാരി, നമുക്കറിയാം അശ്വത്ഥാമാവ് നല്ലൊരു ധനുർധാരിയായിരുന്നു, നല്ലൊരു യോദ്ധാവായിരുന്നു. പക്ഷെ ഒരിക്കലും അർജുനനേക്കാളും മികച്ചൊരു യോദ്ധാവായി മാറാനായിട്ട് അശ്വത്ഥാമാവിന് കഴിയുന്നില്ല. അവിടെ കൂടെ ഉള്ളതിൽ ഏറ്റവും മികച്ച യോദ്ധാവായിട്ട് കണക്കാക്കിയിരുന്നത് അർജുനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുഭക്തി ആയാലും വിദ്യകളെല്ലാം പെട്ടെന്ന് സ്വായത്തമാക്കുന്നതിൻ്റെ വേഗതയായാലും ഇതിലെല്ലാം മുന്നിട്ട് നിന്നത് അർജുനനായിരുന്നു. അതുകൊണ്ട് തന്നെ അർജുനനെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനുർധാരിയായി, ഏറ്റവും മികച്ച യോദ്ധാവായി മാറ്റുമെന്ന് ദ്രോണാചാര്യർ അർജുനന് വാക്ക് നൽകുകയാണ്. എങ്കിൽ കൂടിയും അശ്വത്ഥാമാവിനോടുള്ള അമിതമായ വാത്സല്യവും സ്നേഹവും എല്ലാം ദ്രോണാചാര്യരെ അന്ധനാക്കി മാറ്റുന്നുണ്ട്. കാരണം പുത്രനോട് അമിതമായ വാത്സല്യവും അമിതമായ സ്നേഹവുമായിരുന്നു ദ്രോണാചാര്യർക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അർജുനന് എല്ലാ തരത്തിലുള്ള വിദ്യകളും ദ്രോണാചാര്യർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ബ്രഹ്മാസ്ത്രമായിരുന്നു. ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ സർവ്വചരാചരങ്ങളെയും ഇല്ലാതാക്കാൻ ശക്തിയുള്ള അത്രയും പവർഫുൾ ആയ ഒരു വെപ്പണായിരുന്നു ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ സമയത്ത് ന്യൂക്ലിയർ വെപ്പൺ പോലെ ഒക്കെ കണക്കാക്കാൻ പറ്റുന്ന ഒരു അസ്ത്രമായിരുന്നു ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മനസ്സിന് ശക്തിയുള്ള, അത്രയും മെച്യൂരിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ബ്രഹ്മാസ്ത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം അത് എപ്പോഴും ഉപയോഗിക്കാൻ പാടുള്ള ഒരു സംഭവമല്ല. ഏതെങ്കിലും ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം, റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. കാരണം ഈ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ് ബ്രഹ്മാസ്ത്രം. അപ്പോൾ ദ്രോണാചാര്യർക്ക് ഇത് അറിയാമായിരുന്നു. അദ്ദേഹം ഇത് അർജുനന് പകർന്നു നൽകുന്നുണ്ട്. തൻ്റെ പുത്രനോടുള്ള അമിത വാത്സല്യത്തിലും അമിതമായ സ്നേഹത്തിലും മതിമറന്ന അന്ധനായ ദ്രോണാചാര്യർ ഇത് അശ്വത്ഥാമാവിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അപ്പോൾ വളരെ വലിയൊരു യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത്. രാജ്യത്തിന് വേണ്ടി നടന്ന ഈ മഹാഭാരതം എന്ന് പറഞ്ഞ ലോകത്തിലുള്ള സകല രാജാക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു ചേരികളായിട്ട് തിരിഞ്ഞു നടന്ന യുദ്ധമാണ്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കൗരവരുടെ പക്ഷത്തായിരുന്നു ദ്രോണാചാര്യരും അശ്വത്ഥാമാവും നിന്നിരുന്നത്. അതിന് നമുക്ക് മനസ്സിലാക്കാം, ഹസ്തിനാപുരം എന്ന രാജ്യത്തോടുള്ള കൂറുകൊണ്ടാണ് ദ്രോണാചാര്യർക്ക് കൗരവരുടെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നത്. അതിനാൽ തന്നെയാണ് അശ്വത്ഥാമാവും കൗരവരുടെ പക്ഷത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ദ്രോണാചാര്യർ എന്ന് പറയുന്നത് പാണ്ഡവരുടെ തന്നെ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹം യുദ്ധത്തിൽ അദ്ദേഹത്തിനെ തോൽപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ പാണ്ഡവർക്ക് ശ്രീകൃഷ്ണൻ നൽകുന്ന ഉപദേശമുണ്ട്. ഈ ദ്രോണാചാര്യരെ കീഴടക്കാനും വധിക്കാനുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ ഉപദേശിക്കുന്നതിനും പാണ്ഡവർക്കൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവർക്കറിയാമായിരുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു, ദ്രോണാചാര്യരുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് തൻ്റെ പുത്രനായ
അശ്വത്ഥാമാവാണ്. അപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും ദ്രോണാചാര്യർ തകർന്നു പോകും. ആ ഒരു വേളയിൽ നമ്മൾ അദ്ദേഹത്തെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദ്രോണാചാര്യരെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വധിക്കാനായിട്ട് സാധിക്കും. അതിനാൽ തന്നെ അശ്വത്ഥമാവ് എന്ന് പറയുന്ന ഒരു ആനയെ, എന്ന പേരുള്ള ആനയെ കൊല്ലാനായിട്ട്, വധിക്കാനായിട്ട് ഭീമസേനൻ അദ്ദേഹം നിർദ്ദേശം നൽകുകയാണ്. അതിനുശേഷം ആ ഒരു വാർത്ത അവിടെയെല്ലാം പടർത്താനായിട്ട് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ അനുസരിച്ച് ഭീമസേനൻ അശ്വത്ഥമാവ് എന്ന പേരുള്ള ആനയെ കൊല്ലുകയും ആ വാർത്ത ആ യുദ്ധക്കളത്തിലെല്ലാം പടർത്തുകയാണ്. അങ്ങനെ ഈ വാർത്ത കേട്ട ദ്രോണാചാര്യരുടെ മനസ്സിടിയാണ്. അപ്പോൾ ഇത് സത്യമാണോ എന്നറിയാനായിട്ട് അദ്ദേഹം യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്. യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് നമുക്കറിയാം ധർമ്മപുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല, ഒരു തരത്തിലും കള്ളം പറയില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ സത്യം മനസ്സിലാവും. ഇത് കള്ളമാണെങ്കിൽ അദ്ദേഹം കള്ളമാണെന്ന് പറയും. കാരണം നമുക്കറിയാം ധർമ്മപുത്രൻ ഒരിക്കലും കള്ളം പറയില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് നീ ഇങ്ങനെ തന്നെ പറയണം. അതായത് അശ്വത്ഥമാവ് മരിച്ചു എന്ന് തന്നെ പറയണം. കാരണം അതിൽ കള്ളമില്ല. അശ്വത്ഥമാവ് മരിച്ചു, പക്ഷെ അത്ര ആനയാണ്, അത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ വിസമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് യുധിഷ്ഠിരൻ അത് പറയുകയാണ്. അപ്പോൾ ദ്രോണാചാര്യർ വന്ന് ചോദിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ പറയുകയാണ്, അതെ അശ്വത്ഥമാവ് മരിച്ചു, എന്നാൽ അതൊരു ആനയാണ് മരിച്ചത്. അത് പറയുന്ന സമയത്ത് ആനയാണ് മരിച്ചതെന്ന് പറയുന്നത് അത് വളരെ താഴ്ത്തിയാണ് പറയുന്നത്. അതൊരിക്കലും യുദ്ധത്തിന്റെ ബഹളം കാരണം ദ്രോണാചാര്യർ കേൾക്കുന്നില്ല. അപ്പോൾ ചങ്കിടർന്നു പോയ, അല്ലെങ്കിൽ ആ നിമിഷം ഒന്ന് പകച്ചു നിന്ന് പോയ ദ്രോണാചാര്യരെ ദൃഷ്ടദ്യുമ്നൻ ആക്രമിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നൻ അങ്ങനെ ആക്രമിച്ച് അദ്ദേഹത്തെ വധിക്കുകയാണ്. അങ്ങനെയാണ് ദ്രോണാചാര്യരെ പാണ്ഡവർ വധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത അശ്വത്ഥമാവ് അറിയാണ്. തൻ്റെ പിതാവിനെ ചതിച്ചു കൊന്നു എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ചതി നമ്മൾ റാഷണലായിട്ട് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വാദിക്കാം, ഒരു ചതി ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ ചതിച്ചു കൊന്നു എന്നൊരു വാർത്ത കേട്ട്, അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞ് തൻ്റെ മനസ്സിൽ മുഴുവൻ പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ അശ്വത്ഥമാവിൽ നിറയാണ്. അപ്പോൾ അതിനുശേഷമാണ് ദുര്യോധനൻ മരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു മരണവേളയിൽ കിടക്കുന്നത്. അങ്ങനെ ദുര്യോധനനെയൊക്കെ പോയി കാണുമ്പോൾ ദുര്യോധനൻ പറയാണ്, അന്ത്യവേളയിൽ ദുര്യോധനൻ പറയാണ്, പാണ്ഡവരെ എല്ലാം നീ കൊല്ലണം, അതിനുള്ള അനുമതി നാം നിനക്ക് നൽകുന്നു എന്ന് അശ്വത്ഥമാവിനോട് പറയുകയാണ്. അപ്പോൾ യുദ്ധത്തിന്റെ 18-ാം നാൾ, ദുര്യോധനൊക്കെ മരണപ്പെട്ടതിന് ശേഷമുള്ള 18-ാം നാളിൽ രാത്രി സമയത്ത് ഈ പാണ്ഡവർ വസിച്ചിരുന്ന ക്യാമ്പ്, അന്നത്തെ കൂടാരത്തിൽ ഈ അശ്വത്ഥമാവ് കടന്നുകൂടുകയാണ്. അപ്പോൾ ആ സമയം പാണ്ഡവർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ രാത്രിയാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അശ്വത്ഥമാവ് അവിടെ ചെന്ന് അവിടുത്തെ സൈനികരെയും യോദ്ധാക്കളെയും എല്ലാം വളരെ നൈഷ്ഠൂര്യമായി പൈശാചികമായി കൊലപ്പെടുത്തുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവരൊരു പാതി മയക്കത്തിലാണ്. മാത്രമല്ല കൊച്ചുകുട്ടികൾ, അതായത് പാണ്ഡവരുടെ മക്കൾ, ഉപപാണ്ഡവരെന്നറിയപ്പെടുന്ന 5 കൊച്ചു കുഞ്ഞുങ്ങളെ ഉറക്കത്തിലായിരുന്ന അവരെ നൈഷ്ഠൂര്യമായി, അല്ലെങ്കിൽ പൈശാചികമായിട്ട് അശ്വത്ഥമാവ് കൊല്ലുകയാണ്. ഈ ക്രൂരത കണ്ട, ഈ പൈശാചികമായ രംഗം കണ്ട പാണ്ഡവരെ സ്തംഭിച്ചു പോവുകയാണ്. ഈ ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ അശ്വത്ഥമാവിന്റെ ചൂടാമണി വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ ശപിക്കുകയാണ്. ഈ ക്രൂരത ചെയ്ത നീ, ഇന്നേ വരെ ലോകത്തിൽ ആരും ചെയ്യാത്ത ഈ പൈശാചികത ചെയ്ത നീ, നിന്റെ മുറിവുകളും വ്രണങ്ങളും ഉണങ്ങാതെ ഈ ലോകത്ത് 3000 വർഷം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമെന്നും ആ യാതന നീ സഹിക്കേണ്ടി വരുമെന്നും ആ വേദന നിനക്ക് ഒരിക്കലും ശമിക്കില്ലെന്നും ശപിക്കുകയാണ്. അങ്ങനെയാണ് അശ്വത്ഥമാവ് ഒരു ചിരഞ്ജീവിയായിട്ട് മാറുന്നത്. 3000 വർഷം ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കൂ. അതിനത് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്.